പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി നിലവിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ സംബന്ധിച്ചു കേരളത്തിൽ ദേശീയപാത പദ്ധതികൾ അതിന്റെ പുതിയ ആവശ്യകതയെ സംബന്ധിച്ചു നിലവിലുള്ള മറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ വിശദമായി ദില്ലിയിൽ വെച്ച് ഇന്ന് ചർച്ച നടത്തിയത്, ട്രാൻസ്പോർട്ട് ഭവനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ശ്രീ ജയതിലക് IAS PWD സെക്രട്ടറി ശ്രീ ബിജു IAS ശ്രീ KV തോമസും ഉൾപ്പെടെ ഞങ്ങൾക്കൊപ്പം ആ കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. അപ്പോ അതിൽ പ്രധാനമായും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളെ കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിപ്രായം ആ ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. ആ അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെയും കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചതാണ്. അപ്പൊ ആ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തെറ്റായ ഒരു തരത്തിലുള്ള പ്രവണതയോടും ഒരു നിലയിലും സന്ധി ചെയ്യരുത് എന്നുള്ള നേരത്തെ തന്നെ കേരളം അറിയിച്ച അഭിപ്രായം പൂർണ്ണമായും ശരിവെക്കുന്ന നിലയിലേക്കുള്ള നിലപാടാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി എടുത്തിട്ടുള്ള നടപടികൾ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ആ നടപടികൾ വിശദീകരിച്ചത്. പിന്നെ ഈ പറയുന്ന കുരിയാട് ഇതിന്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിർമ്മാണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയും വിശദീകരിച്ചതാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, അതൊക്കെ ഒന്ന് ചർച്ചയിൽ വന്നതാണ്. അത് നേരത്തെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വ്യക്തമാക്കിയ കാര്യമാണ്. ഇപ്പോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന എടുത്ത് 360 മീറ്റർ വയഡക്ട് നിർമ്മിക്കുമെന്നുള്ള നേരത്തെ അറിയിച്ച വിവരം അത് ഉറപ്പുവരുത്താൻ തീരുമാനം ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കരാർ കമ്പനിയെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തെറ്റായ പ്രവണതകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും അതിനോട് സന്ധി ചെയ്യരുത് എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ശരിവെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ കുരിയാട് മാത്രമല്ല മറ്റു ചില ഇടങ്ങളിലും ചില വിള്ളലുകളും ചില പ്രശ്നങ്ങളും ഉള്ള കാര്യം ഫോട്ടോ വീഡിയോ സഹിതം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ശ്രദ്ധപ്പെടുത്തിയതാണ്. അത് ഇന്നത്തെ മീറ്റിംഗിലും ആ നിലയിൽ തന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവിടങ്ങളിലും നിർമ്മാണത്തിന്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ഇടപെടാം എന്നുള്ളത് കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രി പോയിട്ടുള്ളത്. എല്ലാ നിലയിലും നിർമ്മാണത്തിൽ ഒരു തരത്തിലുള്ള അപാകതയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ഇടപെടുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നെ NH-66 പദ്ധതിയുടെ പ്രാധാന്യമാണ് നമുക്കൊക്കെ അറിയാം. ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വഴി. എത്രയോ കാലത്തെ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണ് ഇതിന്റെ ഭൂമി ഏറ്റെടുക്കലും നിർമ്മാണവും നടന്നിട്ടുള്ളത്. ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ്. നമുക്കറിയാം അതെങ്ങനെ യാഥാർത്ഥ്യമായി എന്നുള്ളത്. ഒരു തരത്തിലും നാം
കരുതാത്ത നിലയിലേക്കുള്ള ഒരു തീരുമാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദേശീയപാത വികസനത്തിൽ ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അത് ചെറിയ തുകയല്ല, 5600 കോടി രൂപ. 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം ഭൂമി ഏറ്റെടുക്കലും അത്ര എളുപ്പത്തിലല്ല നടന്നത്. ഒരുപാട് പ്രയാസം, ഒരുപാട് പ്രതിസന്ധി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. എന്നാൽ ജനങ്ങളെ ആകെ യോജിപ്പിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചു. വളരെ നേരത്തെ തന്നെ ഇത് 45 മീറ്റർ വേണോ വേണ്ടിയോ എന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 45 മീറ്റർ എന്നുള്ള നിലയിലേക്ക് എത്തുകയും അതിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ ഒരു തരത്തിലും നടക്കില്ല എന്നുള്ള വാദത്തെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടന്നത്. പിന്നെ ഇതിന്റെ നിർമ്മാണം, അലൈൻമെന്റ് മുതൽ നിർമ്മാണം, എല്ലാ കാര്യങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ചെയ്യുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, ഇടപെടേണ്ടതുണ്ട്. അവയിലൊക്കെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെടും. ഡിസംബർ മാസം 6-നാണ് ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം ശ്രീ നിതിൻ ഗഡ്കരിയെ കണ്ടതിന് ശേഷം ഇതേ ഹാളിൽ നിങ്ങളെ കണ്ടത്. അന്ന് പറഞ്ഞ ഒരു കാര്യം പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. എല്ലാ 2 ആഴ്ചയിലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു റീച്ചിന്റെയെങ്കിലും റിവ്യൂ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് വസ്തുതയാണ്. മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളെ ഏകോപിച്ച് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരം ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിച്ചത്. അത്തരം ഇടപെടലുകൾ ഇനിയും തുടരും എന്നുള്ളത് പ്രത്യേകം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമയബന്ധിതമായി ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതായത് തിരക്ക് പിടിച്ച് ജഗവയാക്കി പ്രവൃത്തി നടത്തി പൂർത്തീകരിക്കലല്ല, സമയബന്ധിതമായി. ഇപ്പോൾ തന്നെ അത് വൈകിയിരിക്കുകയാണ്. സമയബന്ധിതമായി ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നാടാകെ ആഗ്രഹിക്കുന്നത്, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതാണ്. 2025 ഡിസംബർ മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH-66 പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പൊതുവെ പറഞ്ഞിട്ടുള്ളത്. എവിടെയെങ്കിലും ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ നിലയിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. എന്തായാലും ഈ പദ്ധതി മുടങ്ങില്ല. ഈ പദ്ധതി 2026 പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും എന്ന് തന്നെയാണ് പൊതുവെ നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ചില റീച്ചുകളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ പൊതുവെ ഇതിന്റെ പ്രവൃത്തി എല്ലായിടത്തും നല്ല നിലയിലാണ് നടത്തുന്നത്. അത് നല്ല നിലയിൽ തന്നെ പൂർത്തീകരിച്ചു പോകാനാകും. അതിനുവേണ്ട എല്ലാ സഹായവും സംസ്ഥാന സർക്കാർ നിലവിൽ ചെയ്തതുപോലെ തന്നെ തുടർന്നും ചെയ്യുന്നതായി. അതായത് മുഖ്യമന്ത്രിയുടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള യോഗം മുതൽ എല്ലാ 2 ആഴ്ചയിലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്ത ഇതുവരെയുള്ള നിലപാട് തുടരും എന്നുള്ളതും ഇവിടെ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് അത് മുമ്പ് എന്തെന്ന് പറഞ്ഞ് അല്ല 25 ഡിസംബർ 26 പുതുവത്സര സമ്മാനം അങ്ങനല്ല പറഞ്ഞു. നമ്മള് കേന്ദ്ര ഗവൺമെന്റ് അന്നും പറഞ്ഞാണ്, നിങ്ങൾ ശരിയായ അർത്ഥത്തിനാണല്ലോ ചോദിച്ചത്. അതെ അതെ. അപ്പോ നിലവിൽ അതിന് പ്രശ്നമല്ല. ഏതെങ്കിലും റീച്ചിൽ ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും ഭൂരിപക്ഷം നമുക്ക് ഒരു സംശയമില്ലാതെ മഹാഭൂരിപക്ഷവും നമുക്ക് 2025 ഡിസംബറിൽ തന്നെ പൂർത്തീകരിക്കാനാകും. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനാകും. എന്തായാലും ഈ പദ്ധതി മുടങ്ങാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള സന്തോഷ വിവരം നിങ്ങളോട് പ്രത്യേകം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതിൽ NH-66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് കേന്ദ്ര മന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. ഒന്ന്, നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കർക്കശ നിലപാട് സ്വീകരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോവുക. 2, സമയബന്ധിതമായി ഇതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കും.
ഇതിൽ സംസ്ഥാന സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഒപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ആവശ്യം. ഇതാണ് ഒരു പ്രധാന പ്രശ്നം. പിന്നെ രണ്ടാമത്തത്, യഥാർത്ഥത്തിൽ അതും നിങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി പറയേണ്ടതാണ്. പുതിയ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിന് ലഭ്യമാക്കാനുള്ള നിർണായകമായ ചില തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ വന്നിട്ടുണ്ട്. ഞാനതിന്റെ ഓരോ കാര്യത്തിലേക്കും കിടക്കുന്നില്ല. ഡിസംബർ മാസം 6-ന് ഒട്ടേറെ പുതിയ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ ശ്രീ നിതിൻ ഗഡ്കരിക്ക് മുമ്പാകെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. ആ പദ്ധതികളൊക്കെ നമ്മുടെ നാടിൽ വലിയ ചലനം സൃഷ്ടിക്കുന്ന, ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന പദ്ധതികൾ. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനം. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ് കേരളത്തിന്റെ ജനസാന്ദ്രത. അതുകൊണ്ട് തന്നെ വീതിയുള്ള റോഡ് എന്നുള്ളത് തമിഴ്നാട്ടിലോ കർണാടകയിലോ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഒക്കെ പോലെ കേരളത്തിൽ അത്ര എളുപ്പമല്ല. എന്നാൽ കേരളത്തിലെ പ്രത്യേകത, ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ഇടവഴികളെ റോഡുകൾ ടാർ ചെയ്തിട്ടുണ്ട്. അത് ജനകീയാസൂത്രണ പ്രസ്ഥാനം വന്നതിന്റെ ഭാഗമാണ്, അധികാര വികേന്ദ്രീകരണം വന്നതിന്റെ ഭാഗമാണ്. അത് മറ്റു സംസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. നിങ്ങളിപ്പോ പല സ്റ്റേറ്റിലും ഈ ദില്ലി കേന്ദ്രീകരിച്ച് മാധ്യമപ്രവർത്തനം നടന്നുകൊണ്ട് യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾക്കറിയാം. നമ്മള് മറ്റേത് സ്റ്റേറ്റിൽ പോയാലും, ഇപ്പൊ യുവജന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പല സ്റ്റേറ്റുകളിൽ പോയപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, ചെറിയ റോഡും പുറത്ത് നല്ല വീതിയുള്ള റോഡൊക്കെ ഉണ്ട്. പക്ഷെ പഞ്ചായത്ത് റോഡുകൾ എന്നൊക്കെ പറഞ്ഞ റോഡാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ കേരളത്തെ അതിന് വ്യത്യസ്തമാണ്. എന്നാൽ കേരളത്തിലെ പ്രശ്നം, നല്ല വീതിയുള്ള റോഡ് കേരളത്തിൽ അത്ര എളുപ്പമല്ല. അതിന്റെ പ്രധാന കാരണം കേരളം അത്രക്ക് ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു പാത, ഒരു ദേശീയപാതയൊക്കെ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, അല്ലെങ്കിൽ വലിയ പാതകൾ വരണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാന പ്രശ്നമാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഭൂമി ഏറ്റെടുക്കലിന്റെ തുകയും കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കലിന്റെ തുകയും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഞെട്ടുന്നതാണ്. ഞാനൊരു ഏകദേശ കണക്ക് നിങ്ങളോട് പറയാം. ഒരു ഹെക്ടർ ഭൂമി എടുക്കാൻ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ 2 കോടി രൂപയാണ് ചെലവെങ്കിൽ കേരളത്തിൽ ഒരു ഹെക്ടർ ഭൂമിക്ക് 1 കിലോമീറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 37 കോടിയോളം രൂപ വരുമെന്നാണ് ഇപ്പോൾ ഒരു ഏകദേശ കണക്ക് പറഞ്ഞത്. അത്ര ഡിഫറൻസ് ആണ്. അപ്പോ ഇതൊരു വലിയ ടാസ്ക്കാണ്. ഭാവിയിൽ നമ്മൾ എങ്ങനെ പോകണം എന്നൊക്കെയുള്ള ഭാവിയിൽ പരിശോധിക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ പരിമിതിയിൽ നിന്നുകൊണ്ടും ഭൂമി ഏറ്റെടുക്കലിന് എല്ലാ നിലയിലും നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പുതിയ പല പദ്ധതികളുമാണ് ഡിസംബർ മാസം 6, 2024 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കണ്ടപ്പോ മുന്നോട്ട് വെച്ചത്. അപ്പൊ അതിന് ചില പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് അന്ന് കേന്ദ്ര സർക്കാർ മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പുതിയ ദേശീയപാത പദ്ധതികൾ അനുവദിക്കുന്നതിനും നിലവിലുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഈ ചുരുങ്ങിയ സമയത്തിനകം, ഈ ഡിസംബർ 6 മുതൽ നമ്മളിപ്പോ ഇന്ന് ഇവിടെ ഒത്തുകൂടുന്ന ഈ ദിനം വരെ, ജൂൺ മാസം, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതില് ഒട്ടേറെ വിഷയങ്ങൾ കേരള സർക്കാർ ചടുലമായി ഇടപെട്ട് തീരുമാനം കൈക്കൊണ്ടു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പദ്ധതികൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ GST റോയൽറ്റിയും ഒഴിവാക്കിക്കൊണ്ട് മന്ത്രിസഭ തന്നെ തീരുമാനം കൈക്കൊണ്ടു. അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ആവശ്യം കൂടിയായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തികൾക്കായി കേരളത്തിലെ നദികളിൽ നിന്നും ഡാമുകളിൽ നിന്നും ഡ്രഡ്ജ് ചെയ്ത് മെറ്റീരിയലുകൾ എടുക്കുവാൻ പൊതുവെ അനുമതി വേഗത്തിൽ നൽകാനുള്ള ഉത്തരവ് ഇറക്കി. നിലവിൽ ചെയ്യുന്നത് പോലെ തന്നെ പ്രവൃത്തി പുരോഗതി ഇടയ്ക്കിടെ നടത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിൽ അസിസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന ആവശ്യം അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം, അതിന്റെ അഭിപ്രായം കേന്ദ്ര സർക്കാർ പറയുമ്പോൾ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൽ എടുക്കുന്ന നിലപാടിനെ പ്രശംസിച്ചുകൊണ്ടാണ് അന്ന് പറഞ്ഞിരുന്നത്. അന്ന് വലിയ വാർത്തയായിരുന്നു അത്. അതുപോലെ തന്നെ ക്വാറി സാമഗ്രികളുടെ ലഭ്യതയ്ക്കുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ കേരള മൈനർ മിനറൽ കൺസെഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി. ഇങ്ങനെ ഡിസംബർ 6 എന്താണോ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടിയന്തരമായി കേരള ഗവൺമെന്റ് ഇടപെടേണ്ടത്, അതൊക്കെ തന്നെ ചടുലമായി ഇടപെട്ടു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ടു. 2, 3, 4, 5 വർഷമായി
സമയമെടുത്ത് ഇടപെടേണ്ട വിഷയം 6 മാസം കൊണ്ട് പരിഹരിച്ച് ഇടപെടാൻ വേണ്ടി പറ്റി. അതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കുകയാണ്. അതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ട കാര്യമാണ്. ആ നിലയിൽ അടിയന്തരമായി അതിൽ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇടപെടാം എന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അതിന് ഒരു കട്ട് ഓഫ് ഡേറ്റും ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് ജൂലൈ അവസാനത്തോടുകൂടി ഉത്തരവിറക്കാം എന്നുള്ളതാണ് ഇന്നത്തെ മീറ്റിംഗിൽ വന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് വളരെ പോസിറ്റീവായ ഒരു സമീപനം. തിരുവനന്തപുരം നിവാസികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നമ്മുടെ തലസ്ഥാന നഗരി എന്നുള്ള നിലയിൽ കേരളത്തിലെ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു പദ്ധതിയായി തിരുവനന്തപുരം ഔട്ടർ റിംഗ് പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര അനുമതി ജൂലൈ മാസം അവസാനത്തോടുകൂടി അതിന്റെ എല്ലാ കാര്യങ്ങളും ഫൈനലായി മുന്നോട്ട് വരുമെന്നുള്ള ഉറപ്പാണെന്ന് ലഭിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പാലക്കാട് നിന്നും മലപ്പുറം വഴി കോഴിക്കോട് എത്തുന്ന NH 966 ഗതാഗത കുരുക്ക്. നിങ്ങളിൽ പലരും ആ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. പാലക്കാട് നിന്ന് ഇങ്ങനെ വന്ന് മണ്ണാർക്കാട് വഴി അല്ല, നമ്മുടെ ഇപ്പൊ വരുന്ന റൂട്ടാണ് പറഞ്ഞത്, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം അങ്ങനെയാണല്ലോ വരുന്നത്. കൊണ്ടോട്ടി എയർപോർട്ട് വഴി രാമനാട്ടുകര എത്തുന്നതിന്റെ 130 കിലോമീറ്ററാണ് പാലക്കാട് കോഴിക്കോട്. പക്ഷെ നമ്മൾ എടുക്കുന്ന സമയം നിങ്ങളൊന്നും എടുത്തു 4-5 മണിക്കൂറൊക്കെയാണ് ചിലപ്പോൾ ബ്ലോക്ക്. വീതി കുറഞ്ഞ റോഡാണ്. അതിനൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഗ്രീൻഫീൽഡ് പാലക്കാട് കോഴിക്കോട്. ഇന്നത്തെ ചർച്ചയിൽ അത് പ്രധാനമായും ഉയർന്നു. അതിന്റെ ഭാഗമായി ഇപ്പോ സംസ്ഥാന സർക്കാർ ഇതിൽ മുൻപോട്ട് വെച്ച വിഷയങ്ങളൊക്കെ പരിഹരിച്ചതിന്റെ ഭാഗമായി ജൂലൈ മാസം അവസാനം പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അംഗീകാരം നൽകും എന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയിരിക്കുന്നു. വളരെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കാര്യമാണ്. കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് NH 744 ഇതുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങളുണ്ട്. ഇതൊക്കെ പരിഹരിച്ച് സെപ്റ്റംബർ മാസത്തിൽ കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡിന് പച്ചക്കൊടി വീശു. നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ്. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നഗരമായ എറണാകുളത്തെ ഗതാഗത കുരുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ടതില്ല. അതിന് ബദലായിട്ടുള്ള എറണാകുളം ബൈപ്പാസ്, ആ ബൈപ്പാസിന് തത്വത്തിൽ അംഗീകാരം കിട്ടി. ഒരു 6 മാസത്തിനുള്ളിൽ അതിന്റെ മറ്റെല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകും എന്ന തീരുമാനവും കേന്ദ്രമന്ത്രി ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായി അറിയിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കുറെ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല, അത് പിന്നീട് പത്രക്കുറിപ്പിൽ അറിയിക്കും. എന്നാൽ പ്രധാനമായും ചില പദ്ധതികൾ പറയാം. അത് എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട റോഡുകളാണ്. ആ റോഡുകൾക്കും ഇതുപോലെ പെട്ടെന്ന് ഇടപെടൽ നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് NH 66 നിന്നും കണ്ണൂർ എയർപോർട്ടിലേക്ക് പെട്ടെന്ന് എത്താൻ, അതുപോലെ തന്നെ 2 രാമനാട്ടുകര ജംഗ്ഷനിൽ നിന്നും കോഴിക്കോട്ട് എയർപോർട്ടിലെത്താൻ. ഇതൊരുപാട് ചർച്ച ചെയ്യപ്പെട്ട റോഡാണ്. രാമനാട്ടുകര ജംഗ്ഷനിൽ നിന്നും കോഴിക്കോട്ട് എയർപോർട്ടിലേക്ക് റോഡ് വീതി കുറവാണ്. ഈ 2 റോഡുകളുടെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ വളരെ പോസിറ്റീവായ നിലപാട് സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, വേറെ റോഡുണ്ട്, ഞാൻ ഓരോന്ന് എടുത്തു പറയുന്നില്ല. അത് ദീർഘകാലമായി നാട് ആഗ്രഹിക്കുന്നതാണ്, പദ്ധതികളാണ്. അപ്പൊ ഇതും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പിന്നെ ചില ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ 5550 കോടി രൂപ NH 66 വേണ്ടി ചെലവഴിച്ച പണം കിഫ്ബി ഫണ്ടിംഗ് ആണ്. അത് കടമെടുപ്പ് പരിധിയിൽ വന്നതിന്റെ ഭാഗമായുള്ള പ്രയാസം അത് യഥാർത്ഥത്തിൽ ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു ഉപരിതല ഗതാഗത വകുപ്പിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. കേന്ദ്ര ധനകാര്യ വകുപ്പും കേന്ദ്ര ഗവൺമെന്റ് ആകെ അതിലെടുക്കേണ്ട നിലപാടുകളൊക്കെയാണ്. ഇതും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പൊതുവെ ഇന്ന് പോയ 2 പ്രധാന കാര്യങ്ങൾ, ഒന്ന് ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, 2 പുതിയ പദ്ധതികൾ. ഇവ രണ്ടും സമയമെടുത്താണ് ചർച്ച ചെയ്തത്. നിങ്ങളിൽ ചിലർ പുറത്തുണ്ടായിരുന്നു, നമുക്ക് അറിയാം എടുത്ത സമയം. ഒരുപാട് സമയമെടുത്തു. സ്റ്റേറ്റ് ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോ അത് പൊതുവെ NH 66 പദ്ധതി മുടങ്ങുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും പ്രയാസപ്പെടേണ്ടതില്ല, പദ്ധതി മുടങ്ങുന്നില്ല, പദ്ധതി മുന്നോട്ട് തന്നെ പോകും. നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കും, NHAI നിലപാട് സ്വീകരിക്കും. എന്നാൽ പദ്ധതി ഒരു തരത്തിലും മുടങ്ങാൻ വേണ്ടി പോകുന്നില്ല.
ഇതാണ് പൊതുവെ നമ്മളോട് പറയുന്നത്. ഈ കിഫ്ബി പറഞ്ഞല്ലോ, കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനൊക്കെ പണം ഉപയോഗിച്ചത്. അതുകൊണ്ട് കടമെടുപ്പ് പരിധി കുറഞ്ഞുപോയി, അതിൽ പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അല്ല, അത് ഉപരിതല ഗതാഗത വകുപ്പിന് മാത്രം സാധിക്കുന്ന പ്രശ്നമല്ല. അത് കുറച്ചും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന വിഷയമാണ്. കാരണം നേരത്തെ 5580 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചത് ഈ കടമെടുപ്പ് പരിധിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നമുണ്ട്. അത് ഡബിളാവുകയും ചെയ്യുന്നത്. കാരണം അത് ഡബിളായി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ FRBM ബോറോവിംഗ് ലിമിറ്റിലാണ് അത് പെടുത്തി എന്നുള്ളത് കാണുന്നത്. അപ്പൊ ഇത് ഡബിൾ ആവുന്നു. അപ്പൊ അത് ട്രാൻസ്പോർട്ട് വകുപ്പ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന പ്രശ്നമല്ല. നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ കൂടി അത് ആ വിഷയം ബന്ധപ്പെട്ട് ചർച്ച ചെയ്യും. അല്ല, അദ്ദേഹത്തിന് പോസിറ്റീവായതുകൊണ്ട് കാര്യമില്ല. മൊത്തം ഗവൺമെന്റ് പോസിറ്റീവാണ്. ശ്രീ നിതിൻ ഗഡ്കരി പല കാര്യത്തിനും പോസിറ്റീവാണെങ്കിലും അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മൊത്തത്തിലൊരു പോസിറ്റീവായിട്ട് പലതും വരണ്ടേ. ഈ വയഡക്ട് നിർമ്മാണത്തിന് കാലതാമസം എടുക്കുന്ന പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടല്ലോ. ഇല്ല, വാർത്തകളിൽ പലതും ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. വയഡക്ട് നിർമ്മിക്കാൻ എത്രയാണോ സമയം, ആ സമയം തിരക്ക് പിടിച്ചൊന്നും ചെയ്യണ്ട. ആ സമയം എത്രയാണോ ആ സമയത്ത് തന്നെ അവര് ചെയ്യും. ഡിസംബറിന് മുമ്പ് തീരുന്നാണ് അവര് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. തീരുന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അവര് ഞാൻ മനസ്സിലാക്കുന്നത് 4 മാസത്തോളല്ലേ, 4 മാസമല്ലേ, 4 മാസത്തിനുള്ളിൽ തീരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദേശീയപാത അതോറിറ്റിക്ക് ഈ റോഡ് നിർമ്മാണത്തിൽ വീഴ്ച പറ്റിയത് നേരത്തെ തന്നെ വന്നതാണ്. മന്ത്രിയെ സംബന്ധിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ല, വീഴ്ച പറ്റിയതുകൊണ്ടാണല്ലോ നടപടിയെടുത്തത്. നടപടിയെടുക്കാതെ ഉദ്യോഗസ്ഥരുടെ പേരിലും മറ്റ് കരാറുകാരുടെ പേരിലും നടപടിയെടുക്കാത്തൊരു സമീപനമല്ലല്ലോ. നടപടിയെടുക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും കേരളത്തിലെ ജനങ്ങളായാലും എല്ലാവരും ആവശ്യപ്പെട്ടത് ഇതിൽ തെറ്റുകാരാണ് അവരുടെ പേരിൽ നടപടി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള പരാമർശം നടത്തിയോ? അതാ ഞാൻ പറയുന്നത്. അത് തെറ്റായി പോയി തന്നെയാണ് കണ്ടത്. തെറ്റായി പോയതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി എടുത്തു. ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും അത് തരത്തിലുള്ള പരാമർശങ്ങൾ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നുണ്ട്? അതെ, അത് തുടക്കം തന്നെ, ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ മന്ത്രി അതിനെ കുറിച്ച് സൂചിപ്പിച്ചു. അല്ല, അത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും മറ്റു തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് പൊതുവെ ഞങ്ങളും ആവശ്യപ്പെട്ടത്. അത് തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത്. ഞാൻ പറഞ്ഞു, ബാക്കി അവര് പരിശോധിക്കട്ടെ. അവര് പരിശോധിക്കട്ടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യണ്ട. എന്തൊക്കെയാണ്, ആരാണ് തെറ്റ് ചെയ്തത്, അതിന്റെ ഭാഗമായി നിലപാട്. റീച്ച് പുനർനിർമ്മിക്കുമ്പോഴേ ഈ കമ്പനി എങ്ങനെയായിരിക്കും അവരെ വീണ്ടും ഒഴിവാക്കിയിട്ട് അവരുടെ സ്വന്തം ചെലവിലാണ് അത് നിർമ്മിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത്. സ്വന്തം ചെലവിൽ അതിന്റെ ഒരു തുകയുണ്ട് 150 കോടി അല്ലെ, 80 ക്രോഡ്സ് വയഡക്റ്റിന്. അത് കമ്പനി സ്വന്തം ചെലവിൽ നിർമ്മിക്കും. അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. മിനിസ്റ്റർ 2 കാര്യങ്ങൾ. ഒന്നിപ്പോ മിനിസ്റ്റർ പറഞ്ഞ ഈ ലാൻഡ് അക്വിസിഷൻ എടുക്കുന്ന പണം കേരളം കൊടുക്കുന്നു. ആ വാസ്തവത്തിൽ ഈ VCF NHAയുമായിട്ട് കേരളം കരാർ ഒപ്പിട്ടത് നമ്മൾ ഓപ്റ്റ് ചെയ്തതല്ലേ ഈ ലാൻഡ് അക്വിസിഷനുള്ള പണം കൊടുക്കാം 25% എന്നുള്ളത് നമ്മൾ ഓപ്റ്റ് ചെയ്തതാണല്ലോ. അപ്പം അതിന് ഇളവ് തരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സമ്മതിക്കും എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കൂനിയാട് സംഭവത്തില് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിക്ക് മുമ്പാകെ NHA ഉദ്യോഗസ്ഥർ കൊടുത്ത വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് വളരെ ഗുരുതരമായ പാളിച്ച ഈ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുണ്ടായിരുന്നു. അപ്പൊ മിനിസ്റ്റർ തന്നെ പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റ് നേരിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പ്രാദേശികമായിട്ട് അന്ന് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇനി മുമ്പോട്ടുള്ള പോക്കിൽ ഈ പാത 2025 ഡിസംബറിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണോ അതോ പാതയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനാണോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രയോറിറ്റി? ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യണം. 2025 അല്ലെങ്കിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കരുത് എന്നുള്ള നിലപാട് സർക്കാരിനില്ല. പൂർത്തീകരിക്കരുത്, ഇത് നടക്കണ്ട, മുടങ്ങിപ്പോട്ടെ എന്നൊരു നിലപാട് കേരളത്തിലെ ജനങ്ങൾക്കുമില്ല. ഒന്ന്, അന്ന് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പദ്ധതി ഉണ്ടാവില്ല. അപ്പൊ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതായത് 5550 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി നടക്കില്ല. അതൊരു സുപ്രധാനമായ തീരുമാനമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൈക്കൊണ്ടത്. ആ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടതിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ആ തുക കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മറ്റെന്തെങ്കിലും കാര്യത്തിന് കടമെടുക്കേണ്ട പണം ഇല്ലാതാവും, അതിന് ഡബിൾ ആവും. ഇതാണ് ഒരു പ്രശ്നം. അപ്പൊ ആ തീരുമാനം എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി വന്നത്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇത് ചർച്ച ചെയ്യാൻ തന്നെ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം, ഇതുമായി ബന്ധപ്പെട്ട റിവ്യൂ യോഗങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഇനിയും അത്തരം യോഗങ്ങൾ ആവശ്യമാണ്. അത്തരം യോഗങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത്തരം യോഗങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും തുടരേണ്ടതുണ്ട്. മുഖ്യമന്ത്രി യോഗം വിളിക്കും, ചീഫ് സെക്രട്ടറി തലത്തിലും യോഗം വിളിക്കും, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി യോഗം വിളിക്കാറുണ്ട്, ഞാൻ പങ്കെടുത്ത് നടത്താറുണ്ട്. അത്തരം യോഗങ്ങൾ തുടരും. എന്നാലും നമുക്കിത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും.
സംസ്ഥാന സർക്കാരിന്റെ അത്തരമൊരു നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് പൊതുവെ എല്ലാ സമയത്തും കേന്ദ്രമന്ത്രിയായാലും NHAI ആയാലും ചെയ്തിട്ടുള്ളത്. അവർ പരസ്യമായി അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുക. ഏതൊരു പദ്ധതി ഇപ്പൊ ഇതിനിപ്പോ 5580 കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളതല്ല, ഇനി ചെലവഴിക്കാത്ത പദ്ധതി ആയിക്കോട്ടെ, കേന്ദ്ര പദ്ധതി ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു എഫേർട്ടും ഒരു സഹകരണവും ഒരു പ്രധാന ഘടകമാണ്. അത് രണ്ടും ഇല്ലാതെ പോയാൽ പല പ്രശ്നവും വരും. അപ്പോ ആ സഹകരണം അത് ചടുലമായും എണ്ണയിട്ട യന്ത്രം പോലെ അതിനെ ചലിപ്പിക്കാനുള്ള ഏകോപന സ്വഭാവത്തോടെയുള്ള ഇടപെടലും അനിവാര്യമാണ്. അത് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞത്. മന്ത്രി, മറ്റൊന്ന് ഈ ഭൂമിയുടെ വില അത് പറയുമ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കല് ശരിക്കും സർക്കാരിന് ഒരു ബാധ്യതയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഇനിയുള്ള പദ്ധതികളിൽ വരുന്ന പദ്ധതികളിലും ഭൂമി ഏറ്റെടുക്കൽ പോലുള്ളത് സർക്കാർ ഏറ്റെടുത്ത് തന്നെ നടത്തുമോ അതോ അതിലേതെങ്കിലും തരത്തിൽ? അല്ല, അതിലാണല്ലോ നമ്മൾ ചില കാര്യങ്ങൾ ഈ ഡിസംബർ 6 മുന്നോട്ട് വെച്ചത്. നമ്മൾ ചില കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് മുന്നോട്ട് പോയത്. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയും, നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ പശ്ചാത്തല വികസനത്തിൽ നല്ല നിലയിൽ വീതിയുള്ള റോഡൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? വാഹനം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. രണ്ടിലൊരാൾക്ക് വാഹനം ഉണ്ട്, ഒരു 2 വീലറെങ്കിലും ഉണ്ട് എന്നാണ് പുതിയ കണക്ക്. ഈ വാഹനമൊക്കെ എന്തോ ഭാഗ്യത്തിന് ഒറ്റ ദിവസം ഒരുമിച്ച് റോഡിൽ ഇറങ്ങുന്നില്ല. ഒരു 30% ഒരു ദിവസം ഇറങ്ങിയ, 40% അടുത്ത ദിവസം ഇറങ്ങുക, അങ്ങനെ ഇതൊക്കെ കൂടി ഇറങ്ങാൻ തീരുമാനിച്ചു വെച്ചു. ഇപ്പൊ നമ്മള് ചിലപ്പോ വാഹനബന്ധിന് വാഹനമൊന്നും ഇറങ്ങാത്തത് പോലെ കേരളത്തിൽ ഉള്ള വാഹനങ്ങളൊക്കെ ഇന്ന ദിവസം ഇറങ്ങണം എന്നൊരു തീരുമാനം എടുത്തു. എന്തായിരിക്കും നമ്മളെ റോഡുകളുടെ സ്ഥിതി? എന്താവും സ്ഥിതി? അപ്പൊ എങ്ങനെ നമ്മളിത് പരിഹരിക്കണം? അത് പറയുമ്പോ പിന്നെ പൊളിറ്റിക്കലി ചിലത് പറയേണ്ടി വരും. അപ്പൊ ഇവിടെ ചീഫ് സെക്രട്ടറിയും PWD സെക്രട്ടറിയിലോണ്ട് എനിക്ക് അതിലേക്ക് ഇപ്പൊ കിടക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ആൾട്ടർനേറ്റീവുകൾ നമ്മൾ കണ്ടെത്തണം. ആൾട്ടർനേറ്റീവുകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് കണ്ടെത്തുന്നത്, അത് കണ്ടെത്തി പോകണം. അത് എങ്ങനെയൊക്കെ വേണം എന്നുള്ള നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഭൂമിന്റെ മുകളിൽ കൂടി വേണോ, ഭൂമിന്റെ അടിയിൽ കൂടി വേണോ, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിൽ വേണോ, എങ്ങനെ വേണം നമുക്ക് കൂട്ടായി ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാവും ഭാവിയിൽ. ഈ 11 ജലാശയങ്ങളിലെ ഈ ചെളി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള മന്ത്രിസഭാ അനുമതി ആയിരുന്നത്. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ആ മണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റ് നിർമ്മാണത്തിന് യോഗ്യമല്ലാത്തതാണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. മറ്റ് നിർമ്മാണത്തിന് യോഗ്യമല്ലാത്ത അത് എല്ലാ പരിശോധനയും നടത്തിയിട്ടേ കൊടുക്കും. അതപ്പോ ഈ ചെയർ അപ്പൊ മറ്റു നിർമ്മാണത്തിന് യോഗ്യത എന്ന് പറയുമ്പോൾ ചെയർ ആണല്ലോ. അപ്പൊ അതിട്ട് ഈ ഫില്ലിംഗ് നടത്തുമ്പോൾ ഈ റോഡ് എങ്ങനെ അതിന്റെ ഒരു ഗുണമേന്മ നിലനിർത്താൻ കഴിയും? അത് നമ്മൾ അതിന്റെ എല്ലാ ടെസ്റ്റുകളും അല്ലേ അതെ 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 എല്ലാ ടെസ്റ്റും നടത്തിയിട്ടാണ്. അത് ഏത് എല്ലാ ടെസ്റ്റും നടത്തുമ്പോൾ എങ്ങനെ? അതിപ്പോ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ടെസ്റ്റുകൾ ഇല്ലാ ടെസ്റ്റുകൾ എല്ലാം അല്ലേ. അല്ല, മറ്റു നിർമ്മാണത്തിന് യോഗ്യമല്ലാത്ത മണ്ണെന്ന് പറയുമ്പോൾ അല്ല, അത് എടുക്കാൻ പോകുന്നില്ല. നമ്മള് ഇതിന് യോഗ്യമായത് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ പോകും. അത് റോഡ് നിർമ്മാണത്തിന് യോഗ്യമാണെന്നുള്ള വിലയിരുത്തിയതിനു ശേഷം, അതെ യോഗ്യമാണെന്ന് നോക്കിയതിനു ശേഷം മാത്രമേ. അത് രണ്ടാണ്. നിർമ്മാണം വേറെ, ഫില്ലിംഗ് വേറെ, രണ്ടായിട്ടാണ്. കൂരിയാട് തന്നെ സംഭവിച്ചതിൽ നമ്മുടെ തന്നെ വകുപ്പിന്, പൊതുമരാമത്ത് വകുപ്പ് എന്തുകൊണ്ടത് ശ്രദ്ധിച്ചില്ല? വയലിൽ കൂടി എങ്ങനെ കെട്ടി ഉയർത്തും? അത് നേരത്തെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. പല സംഭവിച്ചു. ഇനി അതിനൊരു പ്രത്യേക ക്രമീകരണം ഒരുക്കും. ഇനി പ്രവർത്തനം പൂർത്തീകരിക്കാനുണ്ടല്ലോ, അവിടെയൊക്കെ ഏത് വിധത്തിലാകണം എന്നുള്ളത് പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശിക്കാൻ കഴിയുമല്ലോ. അങ്ങനെ ഒരു ഏകോപനം ഉണ്ടാക്കാൻ പുതിയ സംവിധാനം ഉണ്ട്. അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും NHAI ആണ് നടത്തുന്നത്. NHAI അത് തുടർന്ന് അവരാണ് നടത്തിപ്പോണ്ടത്. മറ്റ് അസിസ്റ്റൻസ് എല്ലാ കാര്യങ്ങളിലുമാണ് പൊതുവെ പൊതുമരാമത്ത് വകുപ്പായാലും സർക്കാരായാലും ചെയ്യുന്നത്. അതിന്റെ കൂടെ ചേർത്തൊരു കാര്യം, നമ്മളിപ്പോ പല കാര്യങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ പല കാര്യവും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പോകണം. PSC ചെയർമാൻ ഈ വിഷയത്തിൽ പറഞ്ഞൊരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയാം. PSC ചെയർമാന്റെ പേര് പറഞ്ഞാൽ മറുപടി വരെ എളുപ്പമാണ്. ആലപ്പുഴ MP വേണുഗോപാൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ്. അതോറിറ്റിയോട് തന്നെ എനിക്കിപ്പം അത്ര കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നില്ല. അല്ല, അതോറിറ്റിയോട് തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ NHAI വന്ന് അവിടെ ഒരു സാധനം നിർമ്മിച്ചങ്ങ് പോകുന്ന ഒരു പ്രവണത ഉണ്ട്. അതായത് അവിടുത്തെ പ്രാദേശികമായ സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നില്ല, പ്രാദേശികമായ രീതിയിൽ ഒരു പ്രോപ്പറായ ഒരു കൺസൾട്ടേഷൻ നടക്കുന്നില്ല എന്നൊരു കുറ്റപ്പെടുത്തലാണ് ഉണ്ടായത്. എന്താണ് ഇതിനോടുള്ള പ്രതികരണം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. തെറ്റായ പ്രവണതകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക.
പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കും. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ജനം അതാണ് ആഗ്രഹിക്കുന്നത്. മിനിസ്റ്റർ ഈ കൂരിയാട് തന്നെ മിനിസ്റ്റർ വിസിറ്റ് ചെയ്തിരുന്നില്ലേ? പിന്നെ അന്നേരം ഈ പ്രശ്നങ്ങളാണ് ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും പറഞ്ഞു ഈ പ്രശ്നങ്ങൾ അന്ന് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പല കാര്യങ്ങളും പല വിസിറ്റിലും പല കാര്യങ്ങളും ശ്രദ്ധയിൽ വരാറുണ്ട്. പല വിഷയങ്ങളും അത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, ശ്രദ്ധപ്പെടുത്താറുണ്ട്. അല്ല, ഈ കൂരിയാടത്തെ അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഈ അവിടെയുള്ള പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടെന്ന് പറയുന്നില്ല? നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്തം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ അതിന് എത്ര ചോദിച്ചൊരു കാര്യമില്ല. ഇങ്ങനെ ഒരു ആശങ്ക കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായാൽ അത് പറയണ്ടേ? ഇങ്ങനൊരു ആശങ്ക കേരളത്തിലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഇതിന്റെ നിർമ്മാണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത്, നടത്തുന്നത്. അതിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും അതൊന്നും നേരത്തെ ഈ വിഷയം നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്ക് എന്തെങ്കിലും പരിമിതി ഉണ്ടോ? കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് എന്തെങ്കിലും പരിമിതി ഉണ്ടോ? നിങ്ങളിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇതിന് നമ്മൾ വേറെ ഒറ്റ കാര്യമുള്ളൂ. ഈ പാത നിർമ്മാണം NHAI ആണ് സംബന്ധിച്ചു. പക്ഷെ ജനങ്ങളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം കൂടെ അല്ലേ എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ അവിടെ വലിയ ദുരന്തം ഉണ്ടായില്ല. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടായ ദുരന്തത്തിലും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാര പരിധിക്ക് നിന്നുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രശ്നം മലയാളത്തിൽ മനസ്സിലാവുന്നില്ല. അതായത് കൂരിയാട് അത്രയും ഉയർത്തി ചെയ്യുന്നു, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ നിർമ്മിക്കാൻ നമുക്ക് കഴിയൂ? അല്ല, ഇത് നോക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിന്റെ നിർമ്മാണം നോക്കേണ്ട ആരാ? നിർമ്മാണം ആരാ നോക്കുക? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ അതിന്റെ എന്നാ പിന്നെ ഇപ്പോ ഇതിന്റെ മുകളിൽ നടപടി പൊതുമരാമത്ത് വകുപ്പിന് എടുത്താൽ പോലും പൊതുമരാമത്ത് വകുപ്പിന്റെ അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നടപടിയെടുത്താൽ 2 തരം NH ഉണ്ട്. PWD കീഴിൽ NH ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത്. PWDക്കുള്ള കീഴിലെ NHന്റെ പോരായ്മയാണെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് ആക്ഷൻ എടുക്കാം. കൺഫ്യൂഷൻ അല്ല, ഇത് ഞാൻ പറയുന്നത് ഈ NHAയിലെ ഉദ്യോഗസ്ഥർ പലരും പുറത്തുനിന്നുള്ളവരാണ് കൂടുതൽ ഭൂരിഭാഗവും. അപ്പൊ നമ്മുടെ പൊതുമരാമത്ത് ഏകോപനം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മറ്റേതാണ് അവിടെ ആപ്റ്റ് ആവുക എന്നൊക്കെ പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയില്ല. ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഇതിന്റെ പരിപൂർണമായ നിർമ്മാണത്തിന്റെ ചുമതല ഉത്തരവാദിത്വം. അതിൽ മറ്റൊരു കക്ഷിക്ക് റോളില്ല. ഒരു കക്ഷിക്ക് റോളില്ല. റെയിൽ നിർമ്മിക്കാരാ? റെയിൽ നിർമ്മാണത്തിന് ഉത്തരവാദിത്വം ഇത് രണ്ടാണെങ്കിൽ ഞാൻ പറയാം. റെയിൽ നിർമ്മാണത്തിന് ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ആളുകൾക്കാണ്. ഇതിന്റെ നിർമ്മാണം, ഇതിന്റെ ഭൂമി ഏറ്റെടുക്കലിന് ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. മറ്റു കാര്യങ്ങളുടെ സഹായത്തിന് ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനു വേണ്ടി ഒരു നല്ല തുക ചെലവഴിച്ചു. എന്നാൽ അതുമല്ല, ഇതിന്റെ മറ്റ് അലൈൻമെന്റ് മുതൽ നിർമ്മാണം മുതൽ എല്ലാ കാര്യവും നാഷണൽ ഹൈവേ അതോറിറ്റി. അല്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും പരിമിതി ഉണ്ടോ എന്നുള്ളതാണ് ശരിക്കുള്ള ചോദ്യം. പറഞ്ഞു തന്നെ പിന്നെയും ചോദിച്ചൊരു കാര്യമില്ല. മാസം തോറും നടന്ന അവലോകന യോഗത്തിൽ എന്താണ് അവലോകന യോഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അതിൽ സേഫ്റ്റിക്ക് ഒരു മുൻഗണന കൊടുത്തിരുന്നു. ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ എത്ര അണ്ടർപാസ് വന്നു, എത്ര മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രശ്നം, വൈദ്യുതി പോസ്റ്റ് മാറ്റുന്ന പ്രശ്നം, എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചു. അത് നിങ്ങൾ NHAയിനോട് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗതയിൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് പങ്കുണ്ട്. വേഗത കൂട്ടണോ കുറക്കണോ എന്നും തീരുമാനിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് അല്ല. ഒരു ടൈം ഉണ്ടായി, ഒരു ടൈം ലിമിറ്റ്, ഇത്ര മാസം ഇത്ര പെർസെന്റേജ് തീരണം. അത് NHAI ആണ് തീരുമാനം. ആ തീരുമാനിച്ച ടൈമിന് തീർന്നാൽ മതി. അപ്പൊ എങ്ങനെയാണ് ഈ വർഷം ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നു? ഞാൻ പ്രഖ്യാപിച്ചല്ലോ ഇന്നത്തെ യോഗത്തിനകത്ത്. ഇന്നത്തെ കാര്യമല്ല, ഇതിനു മുമ്പും തീരുമാനിച്ചു. താങ്കൾ ഇതിനു മുമ്പ് പലതവണ പ്രസ്താവന നടത്തിയതുകൊണ്ട് 2025 ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു ഷെഡ്യൂൾ തീരുമാനിക്കും. ആ ഷെഡ്യൂൾ പ്രകാരം ഒരു പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് പറഞ്ഞാൽ ആ യോഗത്തിലെ അഭിപ്രായം പുറത്തു പറയാനുള്ള അവകാശം എനിക്കില്ലേ? ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അത്രേ ഉള്ളൂ. അത് പറഞ്ഞു. ഇതുപോലത്തെ തകർച്ച ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യും? അല്ല, അതാണ് ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്തത്. തകർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു, ഇടപെടും. അതിനനുസരിച്ച് ഇടപെടൽ നടത്താം എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞത്. മാർഗനിർദ്ദേശങ്ങളോ അങ്ങനെ കുറെ കാര്യം എടുത്തിട്ടുണ്ട്, കുറെ കാര്യം അവര് തന്നെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ. ബൈക്ക് ഓട്ടോറിക്ഷ റെസ്ട്രിക്ഷൻ വരുമോ? ഉണ്ടാവും? നിലവിൽ അറിയില്ല, നോക്കിയിട്ട് പറയാത്. അല്ല, ചില സ്ഥലങ്ങളിൽ അതിതാണ് പൂർത്തീകരിച്ച് കഴിയട്ടെ, എന്നിട്ട് ഹൈവേയുടെ തുടക്കത്തിലൊക്കെ തന്നെ ബോർഡുകൾ, സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം, നോക്കിയിട്ട് പറയാം. അത് എല്ലായിടത്തും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല, നമുക്ക് നോക്കിയിട്ട്. അല്ല, അത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിന് ഒരു ധാരണ ഉണ്ടോന്ന് ചോദിക്കുന്ന. പലയിടത്തും റോഡുകൾക്ക് അങ്ങനെ രീതികളുണ്ടല്ലോ. അത് ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം.
അതൊന്ന് നോക്കാം. അതൊക്കെ പൂർണ്ണമായിട്ടൊന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞോ? രാഷ്ട്രീയം വരെ ഉണ്ടാവില്ലേ അവിടെ? ഈ മിനിസ്റ്റർ ഒരു കാര്യമുണ്ട്. ഈ കൂലിയാണ്ട് സന്ദർശനം നടത്താത്തതിൽ വലിയൊരു വിമർശനമുണ്ട് ഈ സംഭവത്തിന് ശേഷം. അതെന്തുകൊണ്ടാണ് പോവാത്തത്? എന്തുകൊണ്ടാണ്? അല്ല, ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ ഒരു വിമർശനമില്ല. ആരും ഇത് വിമർശനം ഉണ്ടെന്നോ ഇല്ലെന്നോ തീരുമാനിക്കുന്നത് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ പറയുന്നവരല്ലല്ലോ. നാട്ടിലെ വിഷയത്തിൽ ഇടപെടുക, പരിഹരിക്കുക എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഉറങ്ങിക്കിടക്കല്ലേ, ഇത് ഇടപെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇടപെട്ടു. ഈ പദ്ധതി തന്നെ ഉണ്ടാവില്ലായിരുന്നു. അതിൽ ഇടപെട്ടതും 2016 ശേഷം വന്ന സംസ്ഥാന സർക്കാരാണ്. എല്ലാ കാര്യവും നമ്മൾ കൃത്യമായി ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതും പറഞ്ഞിട്ടില്ല അല്ലെ? നമ്മളിപ്പോ 6700 കോടി രൂപ അല്ലെ? നമ്മൾ 6700 കോടി രൂപയുടെ പ്രപ്പോസൽ കേരളത്തിന്റെ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് 14 പ്രൊജക്ടുകളാണ്. അത് പൊതുവെ അംഗീകരിച്ചു എന്നുള്ള സന്തോഷ വിവരം. അതെ അതെ അതെ, അതിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൂടി ഒന്ന് ചർച്ച ചെയ്ത് ചിലത് പരിഹരിക്കും. അതെ അതെ അതെ, അത് പരിഹരിക്കാം, അതും ചർച്ച ചെയ്യും. ഒരു കാര്യം കൂടി, ഈ നമ്മളെ ഈ മണ്ണിന്റെ കാര്യത്തില് അത് പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ ഗുണമേന്മ പരിശോധന തീരുന്നില്ലല്ലോ, നമുക്ക് ചോദിച്ചാൽ ഗുണമേന്മ പരിശോധന ആരും നടത്തും എന്നുള്ളതാണ്. അതാകും, അതായത് PWD ആണോ നടത്തുന്നത് അതോ അത് ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ ആണോ നടത്തുക, പിന്നെ NHAന്റെ സംവിധാനം അല്ലെ? അത് രണ്ടുമല്ലേ? അവർ രണ്ടുമാണ് ഗുണമേന്മ പരിശോധന. മിനിസ്റ്റർ കൂടിക്കാഴ്ചയെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ട് സർക്കാരിന് പരാതിയില്ല. ഇതല്ല വേറെ CS-നെയും ഇവരെ ഇരുത്തിയിട്ട് പോയിട്ട് പ്രതിപക്ഷ നേതാവ് അതെ ഇവരെ എന്നിട്ട് ചോദിച്ചു അവിടെ ഇതൊന്നും കഴിഞ്ഞോട്ടെ. എന്താ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടും സർക്കാരിന് പരാതിയില്ല. മോഡിക്ക് മുന്നിൽ മുട്ടുമടക്കി സർക്കാരിന്റെ ചില ആളുകളും ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് സർക്കാരിന് പരാതിയില്ലാത്തത് ദരിദ്രരായ ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഈ ആവശ്യമാണ് പറഞ്ഞത്. ഒന്ന്, ഇതിലെ സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തെറ്റായ പ്രവണതയോട് ഒരു തരത്തിലും സന്ധി ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി തന്നെ ശ്രീ നിതിൻ ഗഡ്കരിയോടും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിൽ നല്ല സമീപനമാണ്. മിനിസ്റ്റർ ഇതിനോട് തന്നെ ചേർത്തിട്ടാണ് പ്രതിപക്ഷം പറയുന്നത്, പാലാരിവട്ടം പാലം പൊളിഞ്ഞപ്പോൾ അന്നത്തെ മന്ത്രിയെ വിജിലൻസ് കേസിൽ കൊടുക്കി. അതേ പൊളിറ്റിക്കൽ അക്കൌണ്ടബിലിറ്റി ഇവിടെ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അതെ, അപ്പോൾ ഈ വിഷയത്തിൽ അത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായാലും കേരളത്തിലെ UDF നേതാക്കന്മാരായാലും ഈ സംഭവത്തോട് എടുത്തിട്ടുള്ള നിലപാട് ഒരു സാമൂഹിക പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം എടുക്കേണ്ട സമീപനമാണോ എന്ന് നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇതാ കിട്ടിപ്പോയി എന്ന് തോന്നുന്ന നിലയിൽ ഒരു സുംബ ഡാൻസ് കളിക്കുന്നത് പോലെയാണ് ചില പ്രസ്താവനകൾ ചില പ്രതിപക്ഷ നേതൃത്വത്തിലുള്ളവരുടെ ഭാഗത്തുനിന്ന് വന്നത്. ഇത് ശരിയാണോ? ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക പദ്ധതിക്ക് ഇവരെതിരാണ് എന്നുള്ള ഒരു ചർച്ച പൊതുവെ സമൂഹത്തിൽ വന്നു. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പ്രതിപക്ഷം? പദ്ധതി മുടക്കുന്നതിന് തുല്യമല്ലേ എന്ന അഭിപ്രായം വ്യാപകമായി നാട്ടിലാകെ. അപ്പൊ പറയുന്നു പദ്ധതിക്ക് ഞങ്ങൾ എതിരാന്ന് പറഞ്ഞോ? പദ്ധതിക്ക് എതിരാന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പദ്ധതിയായിട്ട് പോകരുത് എന്നാണ് സമീപനം. അങ്ങനെ ഒരു സമീപനം പാടുണ്ടോ? നിർമ്മാണത്തിലെ പ്രശ്നങ്ങളുടെ ചർച്ച ചെയ്യാൻ പരിഹരിക്കാം, എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് തുരങ്കം വെക്കുമെന്നുള്ള നിലയിലുള്ള സമീപനം ശരിയാണോ? ഒരു ആത്മപരിശോധന നടത്തണം. അത് കുറ്റബോധം കൊണ്ടും കൂടിയാണോ? ഈ പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ പാർട്ടി നയിച്ച സർക്കാരിന്റെ കാലത്തല്ലേ ഈ പദ്ധതി മുടങ്ങിപ്പോയത്? ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അന്ന് ശരിയായ നിലപാട് സ്വീകരിക്കാത്തതിന്റെ പിഴ അടക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഈ 5550 കോടി? കേരളത്തിലെ UDFന്റെ ഗ്രൂപ്പ് കളിയുടെ പിഴയാണത്. അന്ന് തമ്മിലടിച്ചും ഗ്രൂപ്പ് കളിച്ചും ഭരിക്കാൻ നേരണ്ടായില്ല. അതിന്റെ പിഴയടച്ചതാണ് കേരളത്തിലെ ജനങ്ങൾ. ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. ഇന്ന് ഇത് മുടക്കാൻ കാണിക്കുന്ന ആർജവത്തിന്റെ 100-1 അന്ന് ഭരിക്കുമ്പോൾ ഇത് നടപ്പിലാക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഈ പദ്ധതി ഇന്ന് പൂർത്തീകരിച്ചേനെ. അപ്പോ UDF ഭരിക്കുന്ന സമയത്ത് അന്ന് ഗ്രൂപ്പ് കളിച്ചു, തമ്മിലടിച്ചും അഴിമതി നടത്തിയും സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലവും മുടങ്ങിപ്പോയൊരു പദ്ധതി
ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി LDF സർക്കാർ ഇടപെട്ടത് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇപ്പൊ ഞങ്ങൾ ഭരിക്കുമ്പോൾ നടപ്പിലാവാത്ത പദ്ധതി ഇനി ഒരു കാലത്തും നടപ്പിലാവണ്ട എന്ന നിലപാട് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇപ്പോ എത്രയാ സീറ്റ്? 41 അത്രയാണ് അല്ലെ? 99 41 UDF. അതിന്റെ പകുതി പോലും സീറ്റ് ഇതാണ് നിലപാടെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. മിനിസ്റ്റർ, പക്ഷേ ഈ ചോദ്യം, അതായത് പാലാരിവട്ടം പാലത്തിൽ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ NHAയുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വം ഉണ്ട്. രണ്ട് വിഷയമാണ് നമുക്കറിയാം. ഇനി ഇതിൽ ഈ പറയുന്നത് പോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നവരുടെ ഭാഗത്ത് എന്തെങ്കിലും പാളിച്ച ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരട്ടെ എന്ന്. ആർക്കായാലും പ്രശ്നം സംസ്ഥാന സർക്കാരിന്റെ നിലപാടുണ്ടോ? അല്ല, ഇവിടെ പറഞ്ഞല്ലോ ഇതിനെല്ലാവിധ നിലപാടും നടപടികളും. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ രണ്ടുപേരെയും തിരിയാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്താ ആംഗിൾ പൊളിറ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞ ഇതിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കലാണല്ലോ രാഷ്ട്രീയ പ്രവർത്തകരായ ഞങ്ങളുടെ ഉത്തരവാദിത്തം. നമ്മുടെയൊക്കെ ഈ പദ്ധതി മുടക്കണം എന്നാണോ ജനം ആഗ്രഹിക്കുന്നത്? അതാണ് ചോദ്യം. UDF പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പദ്ധതി LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഒരടി മുന്നോട്ട് പോകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. തെറ്റാണ്. അത്ര എനിക്ക് പറയാം. ഇന്നിപ്പോ കണ്ണൂരിലെ ചെങ്ങളാച്ചോലി റോഡില് ഗർത്തം രൂപപ്പെട്ടായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. മഴ മൂലം ഉണ്ടാകുന്ന പ്രശ്നം അത് NHA അല്ലല്ലോ അല്ലെ? അത് പരിശോധിക്കാൻ പറ്റും. ഏഷ്യാനെറ്റാണ്. അതൊന്നും ഞാൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ റോഡ് അതിന്റെ നിർമ്മാണം ആരോ നടത്തി അത് പരിശോധിക്കാൻ പറഞ്ഞു. മിനിസ്റ്ററെ, ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം മിനിസ്റ്റർക്കെതിരെ വന്നിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നാണ്. നവകേരള സദസ്സിന്റെ പേരിൽ കോടികൾ മിനിസ്റ്റർ പിരിച്ചു എന്ന് കൃത്യമായി പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിരിക്കുന്നത്. അതിലെന്താണ് മറുപടിയായിട്ട് പറയാൻ? അതൊക്കെ ജനങ്ങളെല്ലാ കാര്യവും മനസ്സിലാക്കുന്നു. അതന്നെയാണ് അവിടത്തെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു MLA ആണ്, ഇടതുപക്ഷ MLA ആണ് പറയുന്നത്. ജനങ്ങളെല്ലാ കാര്യവും മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളൊക്കെ ആത്മവിശ്വാസം. അത് തെറ്റാണ് കേട്ടോ. ഇപ്പൊ പറഞ്ഞ തെറ്റാ. കഴിഞ്ഞ 2 ദിവസമായി അങ്ങേക്കെതിരെ രൂക്ഷമായ ആരോപണം എന്നല്ല, കഴിഞ്ഞ കുറെ കാലമായിട്ട് അങ്ങനെ തിരുത്തണം. ഒരു ദിവസം മിനിമം ഒരു 3-4 വരാറുണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നും അവിടെ ഭേദഗതി തിരുത്തണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വെച്ചിട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇന്ന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞു. ക്ഷേമ പെൻഷനെ ഉൾപ്പെടെ കോൺഗ്രസ് പോലൊരു ദേശീയ പാർട്ടിയുടെ ഒരു ദേശീയ നേതാവ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് ഇത് മാത്രമല്ല, അദ്ദേഹം തുടർച്ചയായിട്ട് ഇതുപോലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. BJPക്കെതിരെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ശബ്ദിക്കാനുള്ള അവകാശമുണ്ടോ? BJPക്ക് ഒരു രാജ്യസഭാ അംഗത്തെ രാജസ്ഥാനിൽ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്? നിലമ്പൂരിലൊരു സാഹചര്യം എന്താണ്? നിലമ്പൂർ LDF ജയിക്കും. എന്ത് സാഹചര്യം? എന്താ ഒട്ടനവധി പ്രമുഖ സ്ഥാനാർത്ഥികളുണ്ട്. LDF അവിടെ ജയിക്കും. ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വേറെ എന്തെങ്കിലും ചോദിക്കും. ജനങ്ങളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാടെന്നോ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തിനോ ഒരടി പറകോട്ടുമില്ല. പോരെ. അത് ഒറ്റ കാര്യം ചോദിച്ചിട്ട്, ഈ അൻവർ എന്താ മിനിസ്റ്റർ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? അല്ല, നിങ്ങളെ അതിപ്പോ എല്ലാരും അതിന്റെ പിന്നിലുള്ള പൊതുവെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നല്ലേ, പിന്നെ ഞാൻ എന്തിനാത് പറയുന്നത്? അല്ല, നിങ്ങൾ പറയുന്ന കേട്ട വേറെ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞില്ലെന്ന് മാക്സിമം. ഇനി വേറെ എന്തെങ്കിലും ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ എഴുന്നേക്കാം. വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, താങ്ക് യു.